ദിക്റുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദിക്ർ ചൊല്ലുന്നവർ എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടാൻ ഒരാൾ എന്ത് ചെയ്യണം? അതിന് ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചൊല്ലാൻ നിർദ്ദേശം പറഞ്ഞിട്ടൊക്കെ ചൊല്ലലല്ലേ. ഉറങ്ങാൻ നേരത്ത് ഉറക്കത്തുനിന്ന് ഉണർന്നാൽ, വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, വരുമ്പോൾ, വുളൂഇന്റെ ശേഷം, ബാങ്കിന്റെ ശേഷം ഒരാളെ കണ്ടാൽ പറയേണ്ട സലാം ഇങ്ങനെ അളവ് ചെയ്താൽ മതി. അതേപോലെ മതി. അല്ലാതെ എല്ലാവർക്കും മഹാന്മാരെ പോലെ 40,000, 10,000, 20,000 ഒക്കെ ചൊല്ലാത്തോ ദിക്റോ സാധാരണക്കാരായ നമുക്ക് ചൊല്ലാൻ കഴിയില്ല. സാധാരണക്കാർ അങ്ങനെ ചെയ്യരുതെന്ന അതുക്ക് എന്റെ വ്യാഖ്യാനത്തിൽ പറയണത്. സാധാരണക്കാർക്ക് ഏറ്റവും ചെറിയ ഔറാദുകൾ ഹദ്ദാദിമാമ് പഠിപ്പിച്ച വെറുതുൽ ലത്തീഫും ഹദ്ദാദ് റാത്തീബൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹദ്ദാദ് റാത്തീബിന്റെ ഒരു പ്രത്യേകത തന്നെ മഹാൻ പറയട്ടെ, ഈമാനോടുള്ള മരണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു കർമ്മമാണ്. ഹദ്ദാദ് റാത്തീബ് അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.